ഹായ് ഹലോ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ യാത്ര കുറവലങ്ങാട് പള്ളിയിലെ മൂന്നോയമ്പ് തിരുനാളുമായിട്ട് സംബന്ധിച്ചാണ്. അങ്ങനെ നമ്മളെല്ലാവരും ഉണ്ടേ ഇന്ന് പോകാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ പള്ളി ലക്ഷ്യമാക്കി യാത്രയാകുമ്പോഴത്തേനും നമ്മുടെ പകലോമറ്റത്തുള്ള അർക്കേദയിലുള്ള പള്ളി കണ്ടേ. അവിടെ നല്ല മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അപ്പം ആദ്യത്തെ ഒരു പ്രദക്ഷിണം ഈ പള്ളിയിലെ കുർബാന കഴിഞ്ഞിട്ടാണ് പ്രദക്ഷിണമായിട്ട് അങ്ങ് പോകുന്നത്. അങ്ങനെ വീടും പരിസരങ്ങളൊക്കെ നല്ല മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. പണ്ട് ഈ വീടുകളും തൊട്ട് വയസ്സുകളുള്ള കടകളൊക്കെ അലങ്കരിക്കുന്നതിന് മത്സരങ്ങളുണ്ടായിരുന്നു. മത്സരങ്ങൾക്ക് വലിയ തുക തന്നെ സമ്മാനമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. എന്നാലും കടകളും വീടുകളുമെല്ലാം ജാതി മത ഭേദമന്യേ തന്നെ എല്ലാം അലങ്കരിച്ച് അവർ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നമ്മുടെ കുറവലങ്ങാട് പള്ളി കുരിശുപള്ളി കവലയിലെത്തി. വണ്ടിയെല്ലാം കൊണ്ട് ഞങ്ങൾ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്ത് ഞങ്ങളിവിടെ വന്ന് നിൽക്കുകയാണ് പ്രദക്ഷിണം വരാൻ വേണ്ടി. മൂന്ന് സ്ഥലത്തു നിന്നാണ് പ്രദക്ഷിണം വരുന്നത്. പലോമറ്റത്തു നിന്നും, തോട്ടുവായിൽ നിന്നും, കോഴായിൽ നിന്നും. ഈ 3 പ്രദക്ഷിണം വന്ന് കുരിശുപള്ളി കവല വരുമ്പോൾ പള്ളിയിൽ നിന്ന് പ്രദക്ഷിണം ഇറങ്ങി വന്ന് ഈ 3 പ്രദക്ഷിണം ഒന്നിച്ചേർന്ന് പള്ളിയിലോട്ട് പോകും. അങ്ങനെയാണ് ചടങ്ങ്. അപ്പോൾ ജുവാനപ്പം ഞങ്ങളുടെ എല്ലാവരും ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ വഴിയുടെ സെൻറ്ററിൽ പോയി നിന്ന് മായമ്മയുടെ ഫോൺ വാങ്ങിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കാൻ പോകും. അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തു കഴിഞ്ഞ് നിൽക്കുമ്പോഴത്തേനും പ്രദക്ഷിണത്തിൻ്റെ വരവിൻ്റെ സമയമായി. അങ്ങനെ ജുവാനെ ഞങ്ങൾ സൈഡിലോട്ട് മാറ്റി നിർത്തി. അപ്പം വീണ്ടും പ്രദക്ഷിണത്തിൻ്റെ ഫോട്ടോ എടുക്കണമെന്ന് പോകണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മായമ്മ സമ്മതിച്ചില്ല. അച്ഛനൊക്കെ മുന്നേ പോകുന്ന പ്രദക്ഷിണം വന്നു. ഇത് കണ്ടോ, ഇതിൻ്റെ പേരാണ് തീവട്ടി. പണ്ട് കാലങ്ങളിൽ നമ്മൾ ഈ പ്രദക്ഷിണങ്ങൾക്കും മറ്റ് എല്ലാ പരിപാടികൾക്കും ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. കാരണം വെളിച്ചമില്ലാത്ത കാലത്ത് തീവട്ടിയായിരുന്നു ആശ്രയം. നല്ല വെളിച്ചമുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് അതെല്ലാം അന്യം നിന്നുപോയി. ഇതുപോലുള്ള ക്രിസ്ത്യൻ ഹിന്ദു ചടങ്ങുകളിലാണ് ഇപ്പോൾ ഈ തീവട്ടി കണ്ടുവരുന്നത്. ഇതുകൊണ്ട് വഴി കാണിക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന വലിയ വിളക്കുകൾ തന്നെയായിരുന്നു. ഇപ്പോഴത് കാണുന്നത് ഇതുപോലത്തുള്ള ചടങ്ങുകളും പെരുന്നാളുകളുമാണ്. അങ്ങനെ പ്രദക്ഷിണം ഞങ്ങളുടെ മുന്നിൽ കൂടെ കടന്നു പോവുകയാണ്. ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടെ പ്രദക്ഷിണം മുന്നോട്ട് സഞ്ചരിക്കുന്നു. അതിൻ്റെ പുറകിൽ കുട്ടികൾ കൊടിയുമായി ആബാലവൃത്തം ജനങ്ങളുണ്ട്. എല്ലാവരും കൊടിയും കുരിശുമൊക്കെ എടുത്ത് മുന്നോട്ട് പോകുന്നു. ആൺകുട്ടികളും പുരുഷന്മാരും രൂപങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അതിന് പുറകിലായിട്ട് നമ്മുടെ ബാൻഡ് സെറ്റുകാർ അതിനുശേഷം വിശുദ്ധ സെബാസ്റ്റ്യാനോസിൻ്റെ രൂപം വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അങ്ങനെ പെരുന്നാളിൻ്റെ അതിന് പുറകിൽ നമ്മുടെ ഈ വിശുദ്ധന്മാരുടെയൊക്കെ തിരുശേഷിപ്പുകൾ ജനങ്ങളെ നേരെ കാണിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഈ ദിവസങ്ങളാണ് പുറത്തെടുക്കുന്നത് പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട്. അങ്ങനെ അച്ഛന്മാരത് വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. എല്ലാ 3 സ്ഥലത്തു നിന്നുള്ള പ്രദക്ഷിണവും വന്ന് സംഗമിച്ചു. ഇതിന് ശേഷം ഒറ്റ പ്രദക്ഷിണമായിട്ട് ഇനി പള്ളിയിലേക്ക് യാത്ര തിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം പ്രദക്ഷിണൻ്റെ കൂടെ അല്ല കേട്ടോ, ഞങ്ങൾ സെപ്പറേറ്റ് നടന്നു പോകുന്നത്. ഞങ്ങളെല്ലാവരും കൂടി സെപ്പറേറ്റ് നടന്നു പോയപ്പം അവിടെ എല്ലാം നല്ല കടകളും നമ്മുടെ ചിന്തിക്കടകൾ, ഞങ്ങളുടെയൊക്കെ ഇവിടെ അതിൻ്റെ പേര് ചിന്തിക്കട എന്നാണ് കേട്ടോ. എന്തിനാണ് ഈ ചിന്തിക്കട എന്ന് വിളിക്കുന്നത് നമുക്കറിയത്തില്ല. പണ്ട് തൊട്ടേ ചിന്തിക്കട എന്നാണ് പറയുന്നത്. ഇത് മധുരപലഹാരങ്ങളുള്ള ഈ ചിന്തിക്കട പേര് വേറെ പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ പിള്ളേരെല്ലാവരും എന്നാലും ശ്രദ്ധിച്ചില്ല. അവർ ഇപ്പോൾ എല്ലാവർക്കും അങ്ങോട്ട് പള്ളിയിലോട്ട് പോകുന്നതുകൊണ്ട് ഇതൊന്നും വാങ്ങിക്കാൻ താല്പര്യമില്ല. അവരെല്ലാവരും പള്ളിയിലോട്ട് ഞങ്ങൾ പള്ളിയുടെ കുരിശൻ തൊട്ടിയിലെത്തി. അവിടെ നിന്ന് മുകളിൽ നിന്ന് നോക്കുമ്പോൾ താഴത്തുള്ള കാഴ്ചയാണ്. ഈ പ്രാവശ്യത്തെ ഈ കുറവലങ്ങാട് പള്ളിയുടെ ഇലുമിനേഷൻ വർക്ക് LED വർക്കുകളാണ്. LED പാനൽസിൻ്റെ നല്ല മനോഹരമായിട്ടുണ്ട്. കാരണം കഴിഞ്ഞോട്ട് നമ്മൾ പറഞ്ഞല്ലോ മറ്റേ അതിരമ്പുഴ പള്ളിയിലുള്ള വർക്കും ഈ പ്രാവശ്യം രണ്ടിടത്തെയും നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുരിശുംതൊട്ടി വന്ന് ഞങ്ങൾ ഈ പ്രദക്ഷിണമൊക്കെ കാണാനും ഒക്കെ അവിടെ ഒരു സ്റ്റെപ്പുണ്ട്. അവിടെ ഞങ്ങളെല്ലാവരും വന്ന് വെയിറ്റ് ചെയ്യുകയാണ്. അവിടെ ഈ പ്രദക്ഷിണം കടന്നു വന്നു. തീവട്ടിയുമായിട്ട് ഏറ്റവും മുന്നിൽ തീവട്ടി വഹിച്ചുകൊണ്ട് പോകുന്ന ചേട്ടന്മാരുണ്ട്. അപ്പോൾ നമുക്ക് LED വാളിലെ ഒരു ദൃശ്യങ്ങളും കൂടി ഒന്ന് കാണാം. മനോഹരമായ രീതിയിലാണ് അവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ ഭംഗി, അട്രാക്റ്റീവാണ്. എവിടെ നോക്കിയാലും കാണാൻ പറ്റും. പിന്നെ വിവിധമായ വർണ്ണങ്ങൾ, വിശുദ്ധരുടെ ഫോട്ടോ, മാതാവിൻ്റെ ഫോട്ടോ, നമ്മുടെ കൊല്ലങ്ങാട്ടെ മുത്തിയമ്മയുടെ ഫോട്ടോ, അങ്ങനെ എല്ലാം ഇതിനകത്ത് തന്നെ വരുന്നുണ്ട് കേട്ടോ. അത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു ഭംഗിയാണ്. അത് പുതിയ നൂതന സാങ്കേതിക വിദ്യ. അങ്ങനെ പ്രദക്ഷിണങ്ങൾ തീവട്ടി മുന്നോട്ട് പോയി കൊടയും കുരിശും എടുത്തുകൊണ്ടുള്ള ആൾക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു.
അങ്ങനെ വളരെ വലിയൊരു ജനക്കൂട്ടം തന്നെയാണ് കേട്ടോ. ഈ പ്രദക്ഷിണം 3 സ്ഥലത്ത് നിന്ന് വന്നപ്പോഴത്തേനും ഇവിടെയുള്ള ജനങ്ങളും കൊണ്ടിട്ടും ആ ഒരു പരിസരം മൊത്തം നിറഞ്ഞു. പ്രദക്ഷിണം പള്ളിയിൽ കയറിയതിന് ശേഷം കുരിശിൻ തൊട്ടിയിൽ ശിങ്കാരിമേള ആരംഭിച്ചു. അടിപൊളിയായിരുന്നു കേട്ടോ. അവരൊരു 10-30 പേരോളൊക്കെ ഉള്ള ടീമാണ്. സൂപ്പറെന്ന് പറഞ്ഞാൽ അടിപൊളി. നമുക്കൊക്കെ നിന്ന് തുള്ളാൻ തോന്നും. അത്ര മനോഹരമായിട്ട് അവർ നമ്മുടെ ശിങ്കാരിമേളം വായിച്ചു. അത് വളരെ താളക്കൊഴുപ്പിൽ എല്ലാ ജനങ്ങളിലും അതിൻ്റെ ആവേശവും അലയുമൊക്കെ എത്തിച്ചു. എല്ലാവരും കുറേ പേരൊന്ന് ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ എനിക്കും ജുവാനും ഒക്കെ ഡാൻസ് ചെയ്തെന്ന് തോന്നി. പക്ഷേ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് ഞങ്ങളൊക്കെ നിന്നാണ് കണ്ടത്. നമ്മൾ സ്റ്റെപ്പിൽ ഇരുന്ന് കാണാൻ പോയതാണ്. പക്ഷേ ആൾക്കാരൊക്കെ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ നിന്ന് കാണേണ്ടി വന്നു. അങ്ങനെ ആവേശത്തിൽ അങ്ങനെ ആ ശിങ്കാരിമേളം അവസാനിച്ചു. എല്ലാവരും പതുക്കെ വീട്ടിലോട്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇതിൻ്റെ ഇടയിൽ മായിയും അഞ്ചുവും കൂടെ പോയി കഴുന്നൊക്കെ എടുത്ത് പോയി. കാരണം പിള്ളേരെല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് അവർ ഈ ശിങ്കാരിമേളം കഴിയുന്നതിന് മുൻപ് തന്നെ പോയി കഴുന്നൊക്കെ എടുത്തു. അങ്ങനെ ഒരു നേർച്ചയൊക്കെ ഞങ്ങളെല്ലാം കഴിച്ചു. അങ്ങനെ പിള്ളേർ അവിടെ ഒക്കെ ഒന്ന് കളിച്ചു. അതിനുശേഷം ഞങ്ങൾ തിരിച്ചു പോരാൻ തീരുമാനിച്ചു. തിരിച്ചിറങ്ങിയപ്പോഴത്തേനും 2 പേര് ഈ ബലൂൺ വിൽക്കുന്നത് കണ്ടു. അതൊന്നും പിള്ളേർക്ക് വേണ്ടായിരുന്നു. അങ്ങനെ പിള്ളേരെല്ലാവരും ഓരോരുത്തരെയും കയ്യെ പിടിച്ച് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ അതായത് മധുരപലഹാരങ്ങൾ വിൽക്കുന്ന കട കഴിഞ്ഞു. പിള്ളേർ കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന കടയിലാണ്. അങ്ങനെ കുറച്ച് മധുരപലഹാരങ്ങളും പിള്ളേർക്ക് അത്യാവശ്യമുള്ള കളിപ്പാട്ടങ്ങളൊക്കെ മേടിച്ചു. അതിനുശേഷം പതിവ് പോലെ ജുവാൻ്റെ പാനിപ്പൂരിയൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു. താങ്ക് യു.